പൊന്നാനി തീരദേശത്ത് UDF മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് എന്ന് CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തീരദേശ ജനതയെ CPM-ഉം ഇടതുപക്ഷവും അവഗണിക്കുകയാണ് എന്ന അടിസ്ഥാനമില്ലാത്ത ആക്ഷേപം UDF ഉന്നയിക്കുകയാണെന്ന് CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതുവരെ തീരപ്രദേശത്തു നിന്ന് ഒരു MLA-യും MP-യും പോയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതല വഹിക്കാൻ പോലും UDF-ന്റെ ഒരു പ്രതിനിധിയെ പോലും നിയോഗിക്കാത്തവരാണ് ഇത് പറയുന്നത്. ഇടതുപക്ഷമാവട്ടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും എന്ന പോലെ തീരദേശത്തെ ജനതയ്ക്കും അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് MK സക്കീർ വിദ്യാർത്ഥി കാലം മുതൽ തന്നെ പൊന്നാനിയിലെ വിദ്യാർത്ഥി യുവജന രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തും അഭിഭാഷക സംഘടനയിലും പ്രവർത്തിച്ച പരിചയവും അനുഭവമുള്ള ആളാണ്. സക്കീറിന്റെ സവിശേഷമായ കഴിവുകളും അറിവുകളും നിയമപരിജ്ഞാനവും എല്ലാം പരിഗണിച്ചാണ് സർക്കാർ അദ്ദേഹത്തെ PSC അംഗവും പിന്നീട് PSC ചെയർമാനുമായി നിയോഗിച്ചത്. ആ മേഖലയിൽ അദ്ദേഹം പ്രകടമാക്കിയ കാര്യശേഷിയും അനിതര സാധാരണമായ പ്രാഗൽഭ്യവും PSC നിയമനങ്ങളിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിച്ച് തെളിയിച്ചിട്ടുണ്ട്. സുതാര്യവും കാര്യക്ഷമവും സത്യസന്ധവുമായ ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ പരിഗണിച്ചാണ് ഇടതുപക്ഷ സർക്കാർ അദ്ദേഹത്തെ വഖഫ് ബോർഡ് ചെയർമാനായി നിയോഗിച്ചത്. അവിടെയും തന്റെ ഭരണപാഠവും തെളിയിക്കുകയുണ്ടായി. ഇതിന്റെയെല്ലാം വെളിച്ചത്തിലാണ് MK സക്കീറിനെ പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അപ്പോൾ തുടർച്ചയായി ഈ ഇടതുപക്ഷമാണ് തീരപ്രദേശത്തെ ജനങ്ങളെ അവരുടെ പ്രശ്നങ്ങൾ നന്ദൻ വിശദീകരിച്ചു. പൊന്നാനിയുടെ ഈ കടലോരത്തെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ ഇമ്പിച്ചുവാവയുടെ കാലം മുതൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനവും പാർട്ടിയാണ് ഇടതുപക്ഷം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിലേക്ക് അവരിനെ വന്നിട്ടുള്ളത്, തീരപ്രദേശത്തുള്ളവരെ വന്നിട്ടുള്ളത്. അപ്പോൾ തീരപ്രദേശം അല്ലാത്ത പ്രദേശം കൊണ്ട് രണ്ട് പ്രദേശം ഉണ്ടാക്കുകയും ഈ രണ്ട് പ്രദേശങ്ങളും തമ്മിൽ ഒരു വ്യത്യസ്ത മനുഷ്യരുണ്ടാവും, വ്യത്യസ്ത തൊഴിലുകളുണ്ടാവും, വ്യത്യസ്ത വിശ്വാസങ്ങളുണ്ടാവും. ഇതൊക്കെ വൈവിധ്യമാണ്. പക്ഷേ ഈ വൈവിധ്യത്തെ വൈരുദ്ധ്യമാക്കി പരസ്പരം ശത്രുതയാക്കി ഇവിടെ പറഞ്ഞതുപോലെ പൊന്നാനിയിൽ നെടുനാളായി നിലനിന്ന മതനിരപേക്ഷ സംസ്കാരത്തിൻ്റെ ഒരു മഹിത പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെ തകർക്കാൻ ദുഷ്ട നീക്കമാണ് 4 വോട്ടിന് വേണ്ടി ഈ UDF-കാർ ശ്രമിക്കുന്നത്. നിർഭാഗ്യകരമാണ്. തെരഞ്ഞെടുപ്പ് 2 ദിവസം കഴിഞ്ഞാൽ തീരും. ആരെങ്കിലും ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. പക്ഷേ ഈ നാടും ഈ നാട്ടുകാരും ഇവിടുത്തെ സമാധാന ജീവിതം നിലനിൽക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വോട്ടർമാരോട് പറയാനുള്ളത്, ഈ 4 വോട്ട് ഇതുകൊണ്ട് വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അത്തരം ഒരു വ്യാമോഹത്തിൽ ഈ വിഭാഗീയതയുടെ വിഷവിത്ത് വതയ്ക്കാൻ ശ്രമിക്കുന്ന UDF-നെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ അരീക്കോട്ടിൽ നിന്ന് പൊന്നാനി വന്നിട്ട് പൊന്നാനിയുടെ ചരിത്രമോ പാരമ്പര്യമോ അറിയാത്ത സ്ഥാനാർത്ഥി നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ ഈ പൊന്നാനിയിലെ വോട്ടർമാർ തള്ളിക്കളയണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന അഡ്വക്കേറ്റ് സക്കീറിനെ ഉജ്ജ്വല ഭൂരിപക്ഷത്തോടുകൂടി നന്ദൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നന്ദനാണ് ഇവിടെ കഴിഞ്ഞ തവണ അതിന് മുമ്പത്തെ ശ്രീരാമകൃഷ്ണൻ്റെ ഭൂരിപക്ഷത്തേക്കാൾ ഭൂരിപക്ഷം നേടും. ഞാൻ പറയുന്നു നന്ദനെ കുറിച്ച് അലോഗ്യായാലും വിരോധമില്ല. നന്ദന് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ ഒരു 21 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ ഈ അഡ്വക്കേറ്റ് സക്കീർ ഈ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ പോവുകയാണ്. 2006 മുതൽ തുടർച്ചയായി 2 പതിറ്റാണ്ട് കാലം ഇടതുപ്രതിനിധികൾ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്നത് വികസനത്തിനും വികസന തുടർച്ചയ്ക്കും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചുകൊണ്ടാണ്. പൊന്നാനിയിലെ വികസന അടയാളങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷ MLA-മാരുടെയും ഇടത് ഗവൺമെന്റുകളുടെയും സംഭാവനയാണെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ P. നന്ദകുമാർ MLA, MM നാരായണൻ എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണ ശില്പികളൊന്നായി ചേർന്നൊരു സ്വർണ്ണ വസന്തം KMJ. സ്വർണ്ണാഭരണ രംഗത്ത് പത്തരമാറ്റിന്റെ തിളക്കവുമായി KMJ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാമത്തെ പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മംഗല്യ സ്വപ്നങ്ങളെ മംഗളകരമാക്കുന്ന വിവാഹ ആഭരണങ്ങൾ, ട്രഡീഷണൽ ആന്റിക് ആഭരണ വൈവിധ്യങ്ങൾ, നവീന മോഡലുകളിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, സിംഗപ്പൂർ, കൊൽക്കത്ത, കുവൈത്ത് ഡിസൈൻസ്, ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ. KMJ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 9567512916. KMJ Golden Diamonds, Poothol Road, Thrissur. Phone 7777 023030.